ഓം ശ്രീ സായിനാഥായ നമ. സായി ചരിതം എഴുതാനുള്ള കാരണം, ഒന്നാമത്തെ അധ്യായത്തിൽ ബാബയുടെ അത്ഭുതമായ കഴിവിനാൽ കോളറ രോഗം പരക്കാതെ നിവർത്തിച്ചതും അതുകാരണം ഗോതമ്പ് പൊടിച്ച മാവ് ഗ്രാമ അതിർത്തികളിൽ വലിച്ചെറിഞ്ഞതും വിശദീകരിച്ചിരുന്നു. ബാബയുടെ അത്ഭുത പരവശമാകുന്ന ലീലകൾ കേട്ട് ഞാൻ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ കഥ എഴുതാൻ പ്രേരിതനായി. ഈ പണിക്ക് ഹേമന്ത് പന്ത് ആളല്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എനിക്ക് എൻ്റെ മനസ്സ് തന്നെ അറിയാതായിരിക്കുന്നു. എൻ്റെ പ്രിയ സ്നേഹിതന്റെ ജീവിതവും അറിയുന്നില്ല. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ ബാബയുടെ ചരിത്രം, അവതാരം മുതലായവ എഴുതാൻ സാധ്യതയുള്ളവനാകും? വേദങ്ങൾക്ക് കൂടി ഇത് പ്രയാസമുള്ളൊരവസ്ഥയായിരുന്നു. ഒരുവൻ സന്യാസി ആയിരുന്നാൽ മാത്രമേ ഇനിയൊരു സന്യാസിയുടെ കീർത്തി, അത്ഭുതങ്ങൾ മുതലായവ വിവരിക്കാനോ എഴുതാനോ കഴിവുണ്ടാവൂ. വളരെ വിഷമം പിടിച്ച ഒരു സംഗതിയാണല്ലോ സന്യാസിയുടെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നത്. 7 സമുദ്രങ്ങളുടെ ആഴം കണ്ടുപിടിക്കുന്നത്, ആകാശത്തിന് തുണി കൊണ്ട് അലങ്കരിക്കുന്നത് ഇത്യാദി ആ പ്രവൃത്തി എന്നെ പരിഹാസ നിലയിലാക്കുന്നു. അതുകാരണം ഞാൻ ശ്രീ സായി ബാബയുടെ അനുഗ്രഹങ്ങൾക്കായി സർവപ്രകാരേണ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സന്യാസിമാരുടെ കഥ എഴുതുന്നവരെ ദൈവം സ്നേഹിക്കുന്നുവെന്ന് മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന സന്യാസി ജ്ഞാനേശ്വർ പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി സന്യാസിമാരും അവരുടെ ഒരു പ്രത്യേക രീതിയിൽ ആഗ്രഹിക്കുന്ന ഭക്തന്മാർക്ക് മുക്തിയെ പ്രദാനം ചെയ്യുന്നു. സന്യാസിമാർക്ക് അസ്പഷ്ടമായ വഴിയിൽ ഭക്തന്മാർക്ക് പണികളെ വിതരണം ചെയ്യുന്നതിനാൽ ഭക്തന്മാർ ഫലാനുഭവശാലികളായി തീരുന്നു. ഉദാഹരണമായി മഹീപതി എന്ന സന്യാസിമാരുടെ ചരിത്രങ്ങൾ എഴുതാൻ ആഗ്രഹിച്ചു. അവരുടെ പ്രോത്സാഹനം കാരണം മഹീപതിക്ക് അത് സാധിച്ചു. മാത്രമല്ല, ദാസ്ഗനു എന്ന സന്യാസിയുടെ പ്രവൃത്തിയും കൈക്കൊണ്ടു. കവി മഹീപതി 4 ചരിത്രങ്ങൾ, ഭക്തവിജയം, സന്ത് വിജയം, ഭക്തലീലാമൃതം, സന്ത് ലീലാമൃതം എന്നിവയും ദാസ്ഗനു ഭക്തലീലാമൃതവും രചിച്ചു. ഇവരുടെ ചരിത്രങ്ങളിൽ സന്യാസിമാരുടെ പുതിയ ജീവിതങ്ങളെപ്പറ്റി വിശദമായി വിവരിച്ചിരിക്കുന്നു. ഭക്തലീലാമൃതത്തിൽ ശ്രീ സായി ബാബയുടെ ഉപദേശങ്ങളും ജീവചരിത്രവും വിവരിക്കുന്നു. സന്ത് കഥാമൃതത്തിലും ഈ വിവരണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സായി ലീലകളും സായി ചരിത്രവും പുറത്തിറങ്ങിയ അവസ്ഥയിൽ സച്ചരിതം എഴുതേണ്ട ആവശ്യം എന്താണ് എന്ന ചോദ്യം എൻ്റെ മനസ്സിലുദിച്ചു. മാത്രമല്ല, അതിൻ്റെ ആവശ്യം എന്താണ്? ഇതിൻ്റെ ഉത്തരം വളരെ നേർമയുള്ളതും ലഘുവായതുമാണ്. സായി ബാബയുടെ ജീവിതം വിശാലവും സമുദ്രത്തെപ്പോലെ ആഴം നിറഞ്ഞതുമാണ്. ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചാടി താഴോട്ട് പോയി വിലമതിക്കാൻ സാധിക്കാത്ത രത്നങ്ങൾ, അതായത് അറിവും ഭക്തിയും കൈക്കൊണ്ട് ആവശ്യമുള്ള ഭക്തർക്ക് വിതരണം ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളും കഥകളും ഉപദേശങ്ങളും എല്ലാം അതിശയോക്തിമയമാണ് എന്നതിൽ സംശയമില്ല. അവ സങ്കടങ്ങളും കഷ്ടതകളും നിറഞ്ഞ ജനസമുദായത്തിന് സുഖാവസ്ഥയെ കൊടുക്കുക മാത്രമല്ല, ബുദ്ധി, അറിവ്, ലൗകികമായ സ്വാത്വിക ഗുണങ്ങൾ, വിഷയജ്ഞാനം ഇവകളെ രാഷ്ട്രീയത്തിലുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നു. സായി ബാബയുടെ അതിരസവും അറിവ് നിറഞ്ഞതുമായ ഈ ഉപദേശങ്ങൾ കേൾക്കുകയോ ധ്യാനിക്കുകയോ ചെയ്താൽ ഭക്തന്മാർക്ക് ഏതൊന്ന് ആശിക്കുന്നുവോ അത് സഫലമാകും, തീർച്ച. അതുകാരണം ഈ കഥകളെ ഉരുവാക്കാനായി ഞാൻ തീരുമാനിച്ചു. അതായിരുന്നു എൻ്റെ ഉപാസന. സാധാരണ ഹൃദയമുള്ളവരും സായി ബാബയുടെ ദർശനം ലഭിക്കാത്തവരുമായ ജനങ്ങൾക്കിതൊരു സന്തോഷപ്രദമായ കാര്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ സായി ബാബയുടെ ഉപദേശങ്ങൾ, കഥകൾ മുതലായവ ശേഖരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലം ബാബയുടെ അമിതമായ ആത്മബോധം എന്നിലുണ്ടായി. ഈ കാര്യത്തിൽ സായി ബാബയായിരുന്നു എന്നെ പ്രോത്സാഹിപ്പിച്ചത്. വാസ്തവത്തിൽ ഞാൻ എന്ന സ്വഭാവം ബാബയുടെ കാലടികളിൽ വച്ചു. ഞാൻ ചെല്ലുന്ന വഴി തെളിവായി എന്ന് വിചാരിച്ചു. സായി ബാബ എന്നെ ഈ ലോകത്ത് സന്തോഷപരവശനാക്കുമെന്ന വിശ്വാസം ലഭിച്ചു. ഈ ജോലിക്ക് സായി ബാബയുടെ അനുവാദം ചോദിക്കാൻ സാധ്യമല്ല. അതുകാരണം മാധവറാവ് ദേശ്പാണ്ഡെ, ബാബയുടെ ഏറ്റവും അടുത്തൊരു ഭക്തൻ, എനിക്ക് വേണ്ടി ബാബയോട് സംസാരിച്ചു. അദ്ദേഹം ബാബയോട് വളരെ താഴ്മയോടെ എൻ്റെ അപേക്ഷയെ പ്രകടിപ്പിച്ചു. ഈ അണ്ണാ സാഹിബ് നിങ്ങളുടെ ജീവചരിത്രം എഴുതാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ഒരു പാവപ്പെട്ട ഫക്കീറാണെന്നും അതിനാൽ ഒന്നും എഴുതേണ്ട ആവശ്യം ഇല്ല എന്നും പറയരുത്. ഈ സമ്മതം അദ്ദേഹത്തിന് അങ്ങയുടെ ചരിത്രം എഴുതാൻ ഉപകരിക്കുകയും ആ ജോലി മുഴുമിക്കാൻ ഒരു സന്ദർഭവുമായിരിക്കും. അങ്ങയുടെ സമ്മതവും അനുഗ്രഹവുമില്ലാതെ വിജയകരമായി ഒന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല. ഇതുകേട്ട സായി ബാബ മനസ്സലിഞ്ഞ് എന്നെ അനുഗ്രഹിക്കുകയും ബാബ വശമുണ്ടായിരുന്ന വിഭൂതി എടുത്ത് കൊടുക്കുകയും ചെയ്തു. പിന്നെ ബാബയുടെ വരം കൊടുക്കുന്ന കൈകൊണ്ട് എൻ്റെ തലയിൽ ആശീർവദിച്ചു. എൻ്റെ കഥകളും അനുഭവങ്ങളും ചേർത്ത് അവകളുടെ കുറിപ്പും ഉണ്ടാകട്ടെ. ഞാൻ തന്നെ താങ്കളെ സഹായിക്കാം. അയാളൊരു ഉപകരണം മാത്രമാണ്. ഞാൻ എൻ്റെ സ്വന്തം ചരിത്രം എഴുതി എൻ്റെ ഭക്തരെ പ്രീതിപ്പെടുത്താം. അവൻ്റെ അഹങ്കാരം, അതായത് ഞാൻ എന്ന ഭാവം തീരെ വിട്ട് എന്നിൽ ശരണമടയണം. ഇങ്ങനെയുള്ളവരെ ഞാൻ സഹായിക്കുന്നു.
എന്ത് എൻ്റെ ജീവിതകഥകൾ മാത്രമോ? അവൻ്റെ വീട്ടിൽ എന്നാൽ കഴിയുന്ന വിധത്തിൽ സകല വിധത്തിലും സഹായമെത്തിക്കും. അവൻ്റെ അഹങ്കാരം താനെ ഇല്ലാതാവുമ്പോൾ ഞാൻ തന്നെ അവനിൽ ചേർന്ന് എൻ്റെ ചരിത്രം എഴുതും. എൻ്റെ കഥകളും ഉപദേശങ്ങളും കേൾക്കുന്ന ഭക്തന്മാർ അതിവേഗം വിശ്വസ്തരായിത്തീരും. അവർ സ്വയം അറിയും, അത്യന്ത സുഖം അനുഭവിക്കും. ഒരുവൻ്റെ അഭിപ്രായം നിശ്ചയിക്കുന്നതിൽ നിർബന്ധം ഉണ്ടാവരുത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലും ഒരു വസ്തുവിൽ വരുന്ന നല്ലതും കെട്ടതും ചർച്ച ചെയ്യുന്നതും പ്രതിഷേധിക്കരുത്. സായിനാഥൻ നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.